റസൂലിൻ്റെ ബാല്യം ഭാഗം 3. തൂവള്ളപ്പക്ഷികൾ. ബന്ധുക്കളും സുഹൃത്തുക്കളുമായ കുട്ടികളോടൊപ്പം തിരുനബി കളിക്കളങ്ങളിൽ പോവും. താൻ സമൂഹത്തിലൊരാളാണെന്ന ബോധം ആ ബാലന് ഉണ്ടായിരുന്നു. അവിടുന്ന് ഇറങ്ങിക്കളിച്ചില്ല. തൻ്റെ ദൗത്യം ഇതല്ല എന്ന സന്ദേശം അതിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ബീവി ഹലീമ പറയട്ടെ, തിരുനബി മറ്റു കുട്ടികൾ കളിക്കുന്നിടത്തൊക്കെ പോയി നിൽക്കും. പക്ഷേ കളിയിൽ പങ്കുചേരാതെ അങ്ങനെ മാറി നിൽക്കും. വീട്ടിനകത്ത് ഉമ്മയുടെ തുണിക്കോന്തലയിൽ പിടിച്ച് ചുറ്റിപ്പറ്റി കഴിഞ്ഞുകൂടാൻ തിരുനബി ഇഷ്ടപ്പെട്ടില്ല. കളിതമാശകളും അതിരുവിട്ട പെരുമാറ്റങ്ങളും തൻ്റെ സംസ്കാരത്തെ പരിക്കേൽപ്പിക്കുമെന്ന് ആ ബാലൻ കണക്കുകൂട്ടിയിരുന്നു. അതുകൊണ്ട് കണ്ടും നിരീക്ഷിച്ചും ഒരു മുതിർന്നവൻ്റെ ഭാവത്തിലാണ് ബാലനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണപ്പെട്ടിരുന്നത്. സുഹരിയുടെ നിവേദനത്തിൽ ഇങ്ങനെ കാണാം: ഹലീമ ബീവി കുഞ്ഞിനെ നന്നായി കരുതിയിരുന്നു. അധികം ദൂരത്തേക്കൊന്നും പോകാൻ അനുവദിക്കില്ല. ഒരു ദിവസം ഹലീമയുടെ ശ്രദ്ധയൊന്ന് പാളി. കുട്ടിയതാ പെങ്ങൾ ഷെയ്മായിനൊപ്പം ഇറങ്ങി നടക്കുന്നു. നട്ടുച്ച നേരമാണ്. കത്തുന്ന വെയിൽ, പൊള്ളുന്ന കാറ്റ്. ബീവി പരിഭ്രാന്തിയായി പുറത്തിറങ്ങി. അവസാനം കണ്ടെത്തി. സ്വന്തം പെങ്ങൾക്കൊപ്പം കുഞ്ഞിപ്പല്ലുകൾ കാട്ടിച്ചിരിച്ച് കുട്ടി നിൽക്കുന്നു. ഹലീമക്ക് സഹിക്കാനായില്ല. നീ ഈ കൊടും ചൂടത്താണല്ലോ കുഞ്ഞിനെ കൂട്ടി ഇറങ്ങിയിരിക്കുന്നത്. അവർ ഷെയ്മാനോട് ഒച്ച വെച്ചു. അപ്പോൾ ഷെയ്മാ പറഞ്ഞു, പൊന്നുമ്മ, എൻ്റെ ആങ്ങളക്ക് ഒരു ചൂട് ഏൽക്കേണ്ടി വന്നിട്ടില്ല. ഇവന് തണൽ വിരിച്ച് ഒരു മേഘം കൂടെ ഉണ്ടായിരുന്നു. ഇവൻ നിന്നാൽ മേഘം നിൽക്കും, എന്നാൽ മേഘവും നടക്കും. ഞങ്ങൾ ഇവിടെ എത്തുന്നത് വരെ ഇതായിരുന്നു അത്ഭുതം. സത്യമോ? ബീവി ചോദിച്ചു. അതേയുമ്മ, വല്ലാഹി. ബാലനായ നബി ഒരിക്കലും വെറുതെ ഇരുന്നില്ല. എല്ലാം അറിയാനും തനിക്കാകുന്ന കാര്യങ്ങൾ ചെയ്യാനും വരെ ഒരുമ്പെട്ടു. കർമ്മകുശലത നബിയിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ കണ്ടു. ചെറുപ്പത്തിലെ വളരെ ഉയർന്നു ചിന്തിക്കും. ഒരു ദിവസം കുഞ്ഞെഴുന്നേറ്റ് ചോദിച്ചു, ഉമ്മ, ഇത്താത്തമാരൊന്നും പകൽ നേരത്തെ ഇവിടെ കാണാറില്ലല്ലോ, അതെന്താണ്? ഞാൻ പറഞ്ഞു, കുഞ്ഞെ, അവർ നമ്മുടെ ആട്ടിൻപറ്റങ്ങൾ നോക്കാൻ പോകുന്നതാ. വൈകിട്ട് തിരിച്ചെത്തൂ. എന്നാൽ ഇനി എന്നെയും അവർക്കൊപ്പം വിടണം. കുട്ടിയുടെ പൂതി ബീവിയുടെ മനസ്സലിയിച്ചു. പിറ്റേന്ന് മുതൽ ആടിനെ മേക്കാൻ തിരുനബിയും പോയി തുടങ്ങി. എന്തൊരു സന്തോഷത്തിലായിരുന്നു അപ്പോക്ക്. തിരികെ വരുന്നതും തികഞ്ഞ ആഹ്ലാദത്തിൽ തന്നെ. ഇത് പിന്നെ പതിവായി. തൻ്റെ ഭാവി ജീവിതത്തിന് കൂടി ഒരു മുതൽക്കൂട്ടായിട്ടാകണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ യാത്രയെ കണ്ടിരുന്നത്. താൻ ജനങ്ങളെ നിയന്ത്രിക്കേണ്ടവനാണല്ലോ. ആട്ടിടയൻ ആടുകളെ അതിർഭേദിക്കാനയക്കാതെ നിയന്ത്രിക്കുന്നത് പോലെ. ദിവസങ്ങൾ അങ്ങനെ പിന്നിടവേ ഒരു അത്ഭുത സംഭവമുണ്ടായി. ഹലീമ ബീവി തന്നെ പറയട്ടെ. പതിവ് പോലെ കുഞ്ഞൊരു ദിവസം ആടിനെ മേയ്ക്കാനായി ഇറങ്ങി. ഒരു ഉച്ചയായി കാണും. അവൻ്റെ സഹോദരനുമുണ്ട്. ഓടി തിരിച്ചു വരുന്നു. ഉമ്മാ, ഉപ്പ, നിങ്ങൾ വേഗം വരൂ. മുഹമ്മദ് മരിച്ചിരിക്കുന്നെന്നാണ് തോന്നുന്നത്. ആകെ പരിഭ്രമചിത്തരായി. എന്താണ് മോനെ സംഭവിച്ചത്? ഞാൻ ചോദിച്ചു. അവൻ ഒറ്റ ശ്വാസത്തിലെന്ന പോലെ പറഞ്ഞതിങ്ങനെ: ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. പൊടുന്നനെ ഒരാൾ വന്ന് ഞങ്ങൾക്കിടയിൽ നിന്ന് അവനെ റാഞ്ചിയെടുത്തു. മലയുടെ ഉച്ചിയിലേക്ക് കൊണ്ടുപോയി. അവിടെ അവനെ മലർത്തിക്കിടത്തി. പൊക്കിൽ കൊടി വരെ കീറി. ഞങ്ങൾ നോക്കി നിൽക്കെയാണിത് നടക്കുന്നത്. ഞങ്ങൾ ഓടിക്കതച്ച് സ്ഥലത്തെത്തി നോക്കുമ്പോൾ കുഞ്ഞുണ്ട് മലയുടെ നെറുകയിലിരിക്കുന്നു. ആകാശത്തേക്ക് നോക്കിയാണിരുത്തം. മുഖം വിവർണമായിട്ടുണ്ട്. ഓടിച്ചെന്ന് അവനെ വാരിപ്പുണർന്നു. കൺതടത്തിൽ ഉമ്മ വെച്ചു. മോനെ, എന്താണ് കുഞ്ഞിങ്ങനെ പരിഭ്രമിച്ചിരിക്കുന്നത്? ഉമ്മ, എനിക്കൊന്നുമില്ല. സംഭവിച്ചത് ഞാൻ പറയാം. ഞാനിങ്ങനെ നിൽക്കവേ ഒരു മൂവർ സംഘം എവിടെ നിന്നാണെന്നറിയില്ല ഇവിടെ വന്നു. ഒരാളുടെ കൈവശം വെള്ളിയുടെ ഒരു കൂജയുണ്ട്. രണ്ടാമൻ്റെ കയ്യിൽ ഗോമേതകത്തിൻ്റെ ഒരു തളികയും. അതിൽ നിറയെ ഐസുണ്ട്. അവർ എന്നെ പിടിച്ചു മലയുടെ ഉച്ചിയിലേക്ക് കൊണ്ടുപോയി. എന്നെ മെല്ലെ ചിരിച്ച് കിടത്തി.
കൂട്ടത്തിൽ ഒരാൾ എൻ്റെ നെഞ്ച് കീറാൻ തുടങ്ങി. പൊക്കിൾ വരെ കീറി. എല്ലാം ഞാൻ കാണുന്നുണ്ട്. എനിക്ക് വേദനയോ മറ്റോ ഒന്നും തോന്നിയില്ല. ഇങ്ങനെ അയാൾ എൻ്റെ ഉള്ളിൽ കൈയിട്ടു. ഹൃദയം പുറത്തെടുത്തു. ഐസ് കൊണ്ട് നന്നായി കഴുകി തിരികെ തന്നെ വെച്ചു. വന്നതും നെഞ്ച് പുലർത്തിയതും ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നെന്ന് മുസ്ലിമിൻ്റെ നിവേദനത്തിൽ കാണാം. ഹൃദയം പുറത്തെടുത്ത് അതിൽ നിന്നും കറുത്തൊരു മാംസക്കഷ്ണം കാണിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ പറഞ്ഞുവത്രേ: അല്ലാഹുവിൻ്റെ ഹബീബേ, അങ്ങയിലെ പിശാചിൻ്റെ ഭാഗധേയമാകുന്നു. അനന്തരം ഹൃദയം തൽസ്ഥാനത്ത് തന്നെ വെച്ചു. പ്രകാശത്താലുള്ള ഖാത്തമുൻ നുബുവ്വത്ത് കൊണ്ട് മുദ്രയും പതിച്ചു. അബ്ദുല്ലാഹി ബിൻ ഉത്ബയിൽ നിന്നുള്ള നിവേദനത്തിൽ ഇങ്ങനെ കൂടി കാണാം: വന്നത് പരുന്തിനെ പോലെ പറക്കുന്ന 2 വെള്ള രൂപങ്ങളായിരുന്നു. അങ്ങനെയിരിക്കെ ഒരാൾ അപരനോട് ചോദിക്കുന്നു: ഇതല്ലേ ആൾ? അതെ, അപരൻ പ്രതികരിച്ചു. എന്നെ പിടിച്ചവർ നെഞ്ച് പിളർത്തി. എൻ്റെ കൽബിൽ സക്കീനത്ത് നിറച്ചു. അനന്തരം എന്നെ മെല്ലെ എഴുന്നേൽപ്പിച്ചു നിർത്തിയപ്പോൾ ഒന്നാമൻ ഇങ്ങനെ ആജ്ഞാപിച്ചു: ഇദ്ദേഹത്തെ നിങ്ങൾ തൻ്റെ സമുദായത്തിലെ 10 പേർക്ക് പകരം തൂക്കി നോക്കൂ. ആജ്ഞ പോലെ തൂക്കി. പക്ഷേ മികച്ചു നിന്നത് ഞാനായിരുന്നു. അങ്ങനെ 100 പേർക്കും 1000 പേർക്കും എന്നെ വെച്ച് തൂക്കി. കനം ഞാൻ തന്നെ. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു: ഈ ബാലനെ നിങ്ങൾ വിട്ടയക്കുക. സ്വന്തം ഉമ്മത്തിന് മൊത്തം വെച്ച് തൂക്കിയാലും ഇവൻ തന്നെയാകും മികച്ചു നിൽക്കുക. അങ്ങനെ എന്നെ അവർ സ്വന്തം മാറിടങ്ങളിലേക്ക് അണച്ചു പിടിച്ചു. എൻ്റെ കൺതടങ്ങളിൽ അവർ മുത്തം വച്ചു. എന്നോടവർ പറഞ്ഞു: അല്ലാഹുവിൻ്റെ ഹബീബേ, ഒട്ടും പേടിക്കേണ്ട കേട്ടോ. നിങ്ങളെക്കൊണ്ട് ലക്ഷ്യം വെച്ച കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുട്ടിയുടെ കണ്ണ് കുളിരണിഞ്ഞു പോയേനെ. ബീവി തുടരുന്നു. കുഞ്ഞിൻ്റെ കഥ ബനൂ സഅദിൻ്റെ ഭവനങ്ങളിലെത്തിയതും ആളുകൾ എന്നോട് പറഞ്ഞു: നിങ്ങൾ ഈ കുട്ടിയെ ജ്യോത്സ്യനെ കാണിക്കൂ, ആവശ്യമായ ചികിത്സകൾ നൽകൂ. അത് കേട്ട് കുട്ടി പറഞ്ഞു: എനിക്ക് നിങ്ങൾ പറയും പോലെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാകുന്നു. എൻ്റെ മനസ്സിന് ഒരു പ്രശ്നവുമില്ല തന്നെ. പക്ഷേ ജനങ്ങൾ വിട്ടില്ല. ഇവന് ജിന്ന് ബാധിച്ച് കാണുമെന്നും മറ്റും പറഞ്ഞ് എന്നെ ആശങ്കയിലാക്കി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ കുട്ടിയുമായി ഒരു ജ്യോത്സ്യനെ കണ്ടു. കുട്ടിയുടെ കഥ ഞാൻ വിശദീകരിക്കാൻ തുടങ്ങിയതും അയാൾ പറഞ്ഞു: നീ മിണ്ടാതിരി. അവനാണല്ലോ എല്ലാം കണ്ടതും അനുഭവിച്ചതും. അവൻ തന്നെ പറയട്ടെ. നടന്നതെന്താണെന്ന് മോനെ പറയൂ, ജ്യോത്സ്യൻ നിർദ്ദേശിച്ചു. കുഞ്ഞ് നടന്നതൊക്കെ ഒന്നൊഴിയാതെ അങ്ങ് വിശദീകരിച്ചതും ദുഷ്ടനായ ജ്യോത്സ്യൻ ചാടിയണീറ്റ് ഒച്ച വെച്ചു: അറബികളെ, നിങ്ങൾക്കിതാ നാശം ആഗമിച്ചിരിക്കുന്നു. ഈ കുഞ്ഞിനെ കൊല്ലൂ. ഇവൻ്റെ ഒപ്പം എന്നെയും നിങ്ങൾ കൊന്നുകളയൂ. ഇവനെ നിങ്ങൾ വെറുതെ വിട്ടാൽ ഉറപ്പാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇവൻ തകർത്തെറിയും. നിങ്ങളുടെ ആരാധ്യന്മാരെ ഇവൻ നിഷേധിക്കും. നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു രക്ഷിതാവിലേക്കാക്കും ഇവൻ നിങ്ങളെ ക്ഷണിക്കുക. നിങ്ങൾക്കറിയാത്ത ഒരു ദീനാകും ഇവൻ പരിചയപ്പെടുത്തുക. ജ്യോത്സ്യൻ്റെ ഈ വാക്കുകൾ കേട്ടതും ഞാൻ അവനിൽ നിന്ന് കുഞ്ഞിനെ മാറ്റി. ഞാൻ പറഞ്ഞു: നീ തന്നെയാണ് കടുത്ത ഭൂതവും പിശാചും. നീ എങ്ങനെ പറയുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങ് വരില്ലായിരുന്നു. നീ ഒരു പണി ചെയ്യേ. നിന്നെ കൊല്ലാൻ ഒരാളെ കിട്ടുമോ എന്ന് നോക്ക്. മുഹമ്മദിനെ കൊല്ലാൻ ഞങ്ങൾ ഏതായാലും തീരുമാനിച്ചിട്ടില്ല. ഇതും പറഞ്ഞ് ഞാൻ കുട്ടിയുമായി തിരിച്ചു പോന്നു. കുഞ്ഞിൽ നിന്ന് കസ്തൂരി ഗന്ധമാണ് പരക്കുന്നത്. ബനൂ സഅദിൽ കുഞ്ഞുമായി ഞാൻ ചെന്ന ഭവനങ്ങളൊക്കെ പരിമളം കൊണ്ട് നിറഞ്ഞു. അവർ അസൂയ കൊണ്ടാണെന്ന് തോന്നുന്നു എന്നോട് ഇങ്ങനെ നിർബന്ധിച്ചു: ലീമ, ഈ കുഞ്ഞിനെ ഇവൻ്റെ പിതാമഹന് തിരിച്ചു നൽകുക. നിന്റെ അമാനത്ത് വീട്ടുക. എൻ്റെ ഭർത്താവും കുഞ്ഞിനെ തിരികെ നൽകാൻ സമയമായി എന്ന അർത്ഥത്തിൽ സംസാരിച്ചപ്പോൾ ഞാനും മനസ്സിലുറച്ചു: ശരി, ഇനി തിരിച്ചു കൊടുക്കാം. ഈ തീരുമാനമെടുത്ത് നിൽക്കുന്ന അന്ന് ഒരു അശരീരി എനിക്ക് കേൾക്കാനായി: മക്ക മണൽ പരപ്പേ, നിനക്ക് മംഗളങ്ങൾ.
നിന്നിലേക്കിതാ പ്രകാശവും സത്യമതവും വെളിച്ചവും പൂർണ്ണതയും തിരികെ വരാനിരിക്കുന്നു. നിതാന്ത പരാജയങ്ങളിൽ നിന്ന് നീ എന്നേക്കുമായി നിർഭയയാകാൻ പോകുന്നു. ജനങ്ങൾ പറഞ്ഞു കേട്ട ഒരു ചരിത്രത്തിൽ ഇങ്ങനെ കാണാം. ഹലീമ റളിയല്ലാഹു അൻഹു കുഞ്ഞുമായി മക്കത്തേക്ക് നീങ്ങവേ വഴിയിൽ വെച്ച് കുഞ്ഞിനെ കാണാതായി. എത്ര തിരഞ്ഞിട്ടും കണ്ടുപിടിക്കാനായില്ല. വിഷണ്ണയായ ബീവി അബ്ദുൽ മുത്തലിബിനെ കണ്ട് സങ്കടത്തോടെ വിവരം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ കുഞ്ഞുമായി പോന്നതാണ്. പക്ഷേ മക്കയുടെ മുകൾ ഭാഗത്ത് വെച്ച് കുഞ്ഞിനെ നഷ്ടമായി. അള്ളാഹുവിനെ തന്നെ സത്യം, എനിക്കറിയില്ല കുഞ്ഞെവിടെയാണെന്ന്. കേട്ടതും അബ്ദുൽ മുത്തലിബ് കഅബക്കരികിലെത്തി പ്രാർത്ഥനാനിരതനായി. ബൈഹഖിയുടെ നിവേദനത്തിൽ ഇങ്ങനെ കാണാം. അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു: നാഥ, മുഹമ്മദെങ്ങാനുമില്ലെങ്കിൽ എൻ്റെ ജനത സർവവും നാശമടഞ്ഞേനെ. ഇബ്നു സഅദും ഇബ്നുൽ ജൗസിയും ഇത്ര കൂടി ചേർക്കുന്നു. അബ്ദുൽ മുത്തലിബ് കേണുകൊണ്ടിരുന്നു: സർവാധിനാഥ, മുഹമ്മദിൻ വാഹനം നീ തിരികെ നൽകൂ. മുഹമ്മദിന് നീ തന്നെ എനിക്ക് നീ തിരിച്ചു നൽകൂ. നീയല്ലയോ അവനെ എനിക്ക് തുണയാക്കിയവൻ, ഇനിയും അവനെ നീ എനിക്ക് തുണയാക്കണേ. കാലമേ വിദൂരമാകരുത് അവനെയും കൊണ്ട്, നീയല്ലോ അവന് മുഹമ്മദ് എന്ന നാമമേകിയവൻ. അങ്ങനെയിരിക്കെ ഒരശരീരി കേൾക്കാനിട വന്നു: ജനങ്ങളെ ബലിപ്പിക്കാതിരിക്കുക. തീർച്ച മുഹമ്മദിന് ഒരു പരിപാലകനുണ്ട്. അവൻ അവനെ പരാജയപ്പെടുത്തുന്നതല്ല, അവൻ അവനെ പാഴാക്കുന്നതല്ല. ഇത് കേട്ട അബ്ദുൽ മുത്തലിബ് ആരാഞ്ഞു: നമുക്കൊപ്പം ആരെങ്കിലും വരുന്നു? അവൻ തിഹാമാവാദിയിലെ വലതുഭാഗത്ത് ഒരു മരച്ചുവട്ടിലുണ്ടത്രേ. അനന്തരം അബ്ദുൽ മുത്തലിബ് വാഹനപ്പുറത്ത് കയറി. വറഖത്ത് ബിൻ നൗഫൽ അദ്ദേഹത്തെ പിന്തുടർന്നു. അവർ ചെന്നു നോക്കുമ്പോൾ ഒരു ബാലനുണ്ട് മരച്ചുവട്ടിൽ കമ്പും വലിച്ചിങ്ങനെ നിൽക്കുന്നു. മോനെ, നീ ഏതാണ്? അബ്ദുൽ മുത്തലിബ് ചോദിച്ചു. ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാകുന്നു, ബാലൻ പ്രതികരിച്ചു. മോനെ, ഞാൻ നിന്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബാകുന്നു. എൻ്റെ ദേഹം നിനക്ക് സമർപ്പിതം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വാരി പുണർന്ന് പൊട്ടിക്കരഞ്ഞുപോയി. അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ തൻ്റെ കുതിരയുടെ മുന്നിലിരുത്തി. അബ്ദുൽ മുത്തലിബ് മക്കത്ത് വന്നു. ഖുറൈശികൾക്ക് സമാധാനമായി. സന്തോഷം കൊണ്ട് അബ്ദുൽ മുത്തലിബ് 20 ഒട്ടകങ്ങളെയും കുറേ പശുക്കളെയും ആടുകളെയും ബലിയറുത്തു. സദ്യയുണ്ടാക്കി മക്കക്കാരെ തീറ്റിച്ചു.